ഹലോ, ഞാനിന്നൊരു മീൻ കറിയാണ് വെച്ചേക്കുന്നത് കേട്ടോ. ചെമ്പല്ലി എന്ന് പറഞ്ഞ മീനാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി 2 ചുള വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, പിന്നെ ചെറിയ ഉള്ളിയില്ലേ അതും നീളത്തിലരിഞ്ഞത് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇത്തിരി കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ നല്ലോണം ഇളക്കി വഴറ്റിയെടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, സാധാരണ മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട്, ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ചേർത്തേക്കുന്നത് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം 2-3 ഒരു ചുള കുടംപുളി പീസാക്കി ഇട്ടത് അതും കൂടി ചേർത്തതിന് ശേഷം നാളികേരത്തിൻ്റെ പാൽ ഒഴിക്കാം. ഇത് തലപ്പാലോ 2ാം പാലോ ഒന്നും അല്ല കേട്ടോ. ഞാനൊരു അരമുറി നാളികേരം പിഴിഞ്ഞെടുത്ത പാലാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം അടച്ചു വയ്ക്കാം. ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിരിഞ്ഞു പോകും. അടച്ചു വെച്ച് തിളച്ചതിന് ശേഷം ആണ് ഞാൻ ഈ മീൻ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ഇടുന്നത് കേട്ടോ. ഇപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഈ മീൻ കഷ്ണങ്ങളൊക്കെ ഇതിനകത്തേക്ക് ഇടാം. വലിയ പീസായിട്ടാണ് മുറിച്ച് തന്നെ കേട്ടോ. പിന്നെ ഞാൻ അതൊന്നും കൂടെ മുറിച്ച് ചെറിയ പീസുകളാക്കി ഇടുക ചെയ്തത്. അല്ലെങ്കിൽ വലിയ മീനായിരുന്നേ, അതിൽ നിന്ന് മുറിച്ച് വന്നപ്പം വലിയ പീസുകളാക്കിയാണ് കൊണ്ടുവന്നത്. പിന്നെ അത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി കുറച്ച് വറക്കാനെടുത്ത് വെച്ചിട്ട് ബാക്കി വയ്ക്കുക ചെയ്തത്. അപ്പോൾ എല്ലാ മീനിൻ്റെ കഷ്ണങ്ങളും ഇതുപോലെ എല്ലാം ഈ തേങ്ങാപ്പാലിലേക്ക് ഇട്ട ശേഷം പതുക്കെ ഒന്ന് ഇപ്പോൾ കയ്യിലുകൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല. വെന്ത് കഴിയുമ്പോൾ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മളൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഒന്ന് ഇളക്കി സെറ്റായ ശേഷം അടച്ച് വെച്ചിട്ട് വേവിക്കാം. അധികം വേവില്ല ഈ മീൻ കേട്ടോ. ഒരു 5-6 മിനിറ്റ് 5 മിനിറ്റ് അടച്ച് വെച്ച് ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ചാറൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ ഒന്ന് നമുക്ക് സെറ്റാക്കാനുണ്ട്. പിന്നെ ഞാൻ പച്ചമുളക് പിന്നീടാണ് ഇടുന്നത് കേട്ടോ. ഈ ആദ്യം പച്ചമുളക് ഇട്ടാൽ അത് വെന്ത് കഴിഞ്ഞതിന് ചിലപ്പോൾ കഴിക്കും. അപ്പോൾ ഒരു 3/4 വേവാകുമ്പോഴാണ് ഞാൻ ഈ പച്ചമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഇച്ചിരി ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. ഒന്നും കൂടി ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച ശേഷം എടുത്തപ്പോൾ സംഭവം സെറ്റ്. സൂപ്പർ ടേസ്റ്റായിട്ടൊരു ചെമ്പല്ലി തേങ്ങാപ്പാൽ ഒഴിച്ചൊരു കറിയാണ്. നല്ല ടേസ്റ്റുണ്ട്. ഇനി അധികം സ്പൂൺ കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ എല്ലാം പൊട്ടിപ്പോവും. ഉപ്പൊക്കെ നോക്കിയപ്പോൾ കുഴപ്പമില്ല. ഏകദേശം ഞാൻ ഇത്തിരി ഗ്രേവിയിലാണ് എടുത്തത്. കാരണം ചോറിന് കൂട്ടുമ്പോൾ ഒരു ഇത്തിരി ഗ്രേവി വേണമല്ലോ. ഇനി ഇത് ശരിക്കും വറ്റിച്ചെടുക്കാൻ വേണമെങ്കിൽ അപ്പോൾ നമുക്ക് ചോറിന് കൂട്ടാൻ ഇച്ചിരി പാടായിരിക്കില്ലേ. അപ്പോൾ എൻ്റെ ചെമ്പല്ലി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുമല്ലോ അല്ലേ? ചെയ്യണേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്പല്ലി മീൻ കറി. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. Thank you.